തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 1 കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കഴക്കൂട്ടത്ത് 2 ഇടങ്ങളിൽ നിന്നായി 2000 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. അസം സ്വദേശി അജ്മൽ അലിയാണ് പിടിയിലായത്. മാനസയുണ്ട് വിശദാംശങ്ങളുമായി. മാനസ, ഒരു വൻ ലഹരി വേട്ടയാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നിലവിലത്തെ വിശദാംശങ്ങൾ? തീർച്ചയായും സിന്ധുവിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അസം സ്വദേശി അജ്മലാണ് പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലായിരിക്കുന്നത്. ഇന്ന് രാവിലെ നെയ്യാറ്റിൻകര എക്സൈസ് സംഘം 30 കിലോ പുകയില ഉൽപ്പന്നങ്ങളുമായി മറ്റൊരാളെ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിൻകര എക്സൈസ് സംഘവും എക്സൈസ് ID സംഘവും കഴക്കൂട്ടത്ത് എത്തിയത്. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ടെക്നോ പാർക്കിന് സമീപത്തെ മൊത്ത വ്യാപാര കേന്ദ്രം കണ്ടെത്തിയത്. തുടർന്ന് പിടിയിലായ അജ്മൽ അലിയുടെ ബന്ധുക്കൾ താമസിക്കുന്ന വീട്ടിലും പരിശോധന നടത്തി. 2 ഇടങ്ങളിലെ വാടക വീടുകളിൽ നിന്നുമായി 2000-ഓളം കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത്. 50-ലധികം ഇനത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളും ഒപ്പം തന്നെ ലഹരി മിഠായികളും കൂട്ടത്തിലുണ്ട്. ഓർഡർ അനുസരിച്ച് സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് പതിവ് എന്നതാണ് പ്രതിയിൽ നിന്നും ലഭിച്ച വിവരം. ഒപ്പം തന്നെ ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിന് വിപണിയിൽ 1 കോടിയോളം രൂപ വില വരും എന്നാണ് എക്സൈസ് സംഘം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ 2000 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 or 2 പേരല്ല സംഘത്തിലുള്ളത്, കൂടുതൽ പേരുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിനായുള്ള അന്വേഷണവും നടത്തിയിരിക്കുകയാണ്. വ്യക്തമാണ് മാനസ. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ഏതാണ്ട് 1 കോടിയോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. 50-ലധികം ടൈപ്പിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ രാസലഹരിയുടെ മുട്ടായികളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മാനസയാണ് വിശദാംശങ്ങൾ നൽകിയത്.